ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം മുറ്റടിക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് തേങ്ങ ഇടാൻ ആൾ വരുന്നു പറഞ്ഞ കാരണം പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഏതായാലും കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഉമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് പുട്ടും മീൻകറി ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പിന്നെ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ട്. ഉമ്മ പുറത്ത് പോയി. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേന് തേങ്ങ ഇടുന്ന ആൾ തേങ്ങ ഇടാനൊക്കെ തുടങ്ങി അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത തെങ്ങുമ്മ കയറാനുള്ള പ്ലാനിലാണ് കേട്ടോ ആൾ. അങ്ങനെ തേങ്ങ ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങ ഇട്ട് കഴിഞ്ഞ് തേങ്ങ പെറുക്കി കൂട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് നോക്കിയപ്പോൾ അടുപ്പൊക്കെ കെട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ചോറ് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പാടന്നെ ചോറൊക്കെ വെന്തു. ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് വെന്തതിന് ശേഷം ഞാൻ മീൻ പൊരിക്കാൻ നിന്നു കേട്ടോ. അന്ന് അയിലാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മീൻ പൊരിച്ചതിന് ശേഷം പിന്നെ ഉമ്മ രാവിലെ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കറി തൂമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൂമിച്ചു. സാധാരണ ഉമ്മയാണ് അടുക്കളയിൽ നിൽക്കാറുള്ളത്. ഇന്ന് തേങ്ങ ഇട്ട കാരണം നമുക്ക് പുറത്ത് പണിയുള്ള കാരണം ഞാനാണ് കേട്ടോ കിച്ചണിലുള്ളത്. പിന്നെ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ക്യാബേജും മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ഹാഫ് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ ക്യാബേജ് ഉപ്പേരിക്ക്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ടാൽ കാണാനൊരു ഭംഗിയാണ്. തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ ചേർത്താൽ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ കിച്ചണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് മുറ്റടിക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ മുറ്റത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അഫിന് കോളേജിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ വലിയ കച്ചറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അവിടെ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇവിടെയാണ് ക്ലീൻ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ വിറക് ഉണക്കാൻ വേണ്ടിയിട്ടതാണ് കേട്ടമ്മ. പിന്നെ ഒരാൾ തേങ്ങ പൊടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ തേങ്ങ ഒക്കെ പൊടിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ഗെയ്സ്, ഇന്നേക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് ഒരു ആഴ്ചക്കായ സമയത്താണ് ആലത്തൂർത്തപ്പ ഈ തെങ്ങിൻ തൈ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം അന്ന് 10 തെങ്ങിൻ തൈയോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും 300 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടായിരുന്നു. 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ 2nd ആനിവേഴ്സറി കഴിഞ്ഞ് 3ാമത്തെ ആനിവേഴ്സറി ആയിട്ടും തെങ്ങിനും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വലുതായിക്കാണ്, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഇട്ടപ്പോൾ ഇളനീരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ഇളനീര് വെട്ടിത്തന്നാൽ ഞാൻ അതൊന്ന് ഇളനീരും വെള്ളം കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ഇളനീര് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇർഷാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനിവേഴ്സറി ആയിട്ട് പായസം വെക്കാൻ. ഞാനും പിന്നെ ഇളനീര് ജ്യൂസ് മതി എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ ആപ്പാപ്പ ഞങ്ങൾ പൊളിച്ച് വെച്ച് തേങ്ങ വിൽക്കാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പോവാണ്.
അങ്ങനെ ഞാൻ ഇളനീർ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇളനീരിൻ്റെ കയമ്പും അതുപോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളം, പാലും പഞ്ചസാരയും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ ഇളനീർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അധികം നല്ല തിക്കിലും അല്ല, എന്നാൽ നല്ല ലൂസും അല്ല. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു ഇളനീർ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ രാത്രി ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് എനിക്ക് ഇപ്രാവശ്യം സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കിട്ടിയിട്ടില്ല ഗെയ്സ്. എന്താണ് ഇപ്രാവശ്യം സർപ്രൈസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഞങ്ങളെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കേക്ക് മുറിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്ന. ഇർഷാദാക്കാണെങ്കിൽ ഒരു സൂചന പോലും തന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഇർഷാദാക്കാൻ്റെ പെങ്ങളും അളിയനും ഒക്കെ വന്ന് ഗിഫ്റ്റും കേക്കും ഒക്കെ തന്നപ്പോൾ അത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പിന്നെ ഇർഷാദാക്ക എനിക്കൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫോൺ കൊടുത്തയച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ ചെയ്തത്. ഫോൺ വാങ്ങിച്ചിട്ടുള്ള വിവരം വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ മുന്നേ എനിക്കറിയായിരുന്നു. പക്ഷെ വാങ്ങിച്ചത് ഒരു ഐഫോൺ ആണ് എന്നുള്ളത് പറഞ്ഞത് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ അതും എനിക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ഒരു ആനിവേഴ്സറിയിലും ഇർഷാദാക്ക എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇർഷാദാക്ക ഗൾഫിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.